ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ജില്ലയിൽ കോഴിക്കോട് ടൗണിൽ തന്നെയാണ്. ഇവിടെ വട്ടക്കിണർ മില്ലത്ത് കോളനി എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത്. അസംഗോയക്കാണ് കാണാനാണ് വന്നത്. ഇക്കാക്ക് 70 വയസ്സുണ്ട്. പറ്റിയ നല്ലൊരു വധുവിനെ നമുക്ക് കണ്ടെത്തണം. ഇവിടുത്തെ സാഹചര്യങ്ങളൊക്കെ കുറച്ച് മോശമായിട്ടാണുള്ളത്. ഭാര്യ മരിച്ചിട്ട് 1 വർഷമായി. അപ്പോൾ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് ഇക്കാനോട് ചോദിക്കാം. അപ്പോൾ ഇതാണ് അസംഗോയ ഇക്ക. മാമുക്കോയൻ്റെ ഒക്കെ ഫ്രണ്ടായിരുന്നു അല്ലേ? സിനിമാ താരം മരണപ്പെട്ടു പോയ നമ്മളെ മാമുക്കോയ ഇക്കയുടെ ഒക്കെ ഫ്രണ്ടാണ്. ഒരുമിച്ച് ജോലി ചെയ്തല്ലേ? നിങ്ങള് മരമില്ലിൽ ഒരുമിച്ച് പള്ളിക്കണ്ടിയിലേനു താമസം. അരക്കണറാണ്. ശരി. അപ്പൊ നിങ്ങളെ ഭാര്യ മരിച്ചിട്ട് 1 വർഷമായി. വരുന്ന മാസം 1 വർഷമായി. റജീബ് 14 മരിച്ചു. ഇവിടെ ഇപ്പൊ ഉമ്മയും മോള് മാത്രമേ ഉള്ളൂ. മോള് എന്ന് പറഞ്ഞാൽ മോക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ട്, ബുദ്ധിപരമായ ചെറിയ വിഷയമുള്ളൊരു മോളാണ്. ഉമ്മാക്ക് എത്ര വയസ്സുണ്ട്? 90 വയസ്സല്ലേ? അപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ ഇപ്പൊ ഭക്ഷണമൊക്കെ എന്താ ചെയ്യല്? ഉമ്മ ഉണ്ടാക്കുവാ? അല്ല, ഉമ്മ ഉണ്ടാക്കി കൊടുക്കുന്നു തരുന്നേ. വീട്ടിൽ ആളില്ലാത്തതുകൊണ്ട് അയൽവാസം ഉണ്ടാക്കി തരും. മോക്ക് അതിനൊന്നും മോക്ക് അങ്ങനെ ചെറിയ പണിക്ക് എടുക്കുള്ളൂ. ചെറിയ പണിക്ക് എടുക്കും. ഓ, അത് ശരി. അപ്പോൾ നിങ്ങൾക്ക് എത്ര മക്കളാ? എനിക്ക് 3 ആളാണ്. 2 ആണും 1 പെണ്ണും. ഇവിടുത്തെ വീട്ടിലെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഉമ്മാനെയും മോളെയൊക്കെ സ്നേഹിക്കാൻ പറ്റിയ ഒരു ഉമ്മ തന്നെ ആയിട്ട് വരുന്ന ഒരാളെയാണ് നമുക്ക് വേണ്ടത്. അതെ. 2 മക്കളും വേറെ വീടെടുത്ത് മാറിയോ? ഒരു മോന് ഇവിടെ ഉണ്ട്. ഒരു മോന് ഭാര്യ വീട്ടിലൊപ്പം നിൽക്കുന്നത്. നമുക്ക് ഒരു എത്ര വയസ്സ് വരെയുള്ള ആലോചന നോക്കാം? നമുക്കൊരു 60 വയസ്സ് വരെ നോക്കാം. ആരോഗ്യമുള്ള ഒരാളായിരിക്കും. അതെ. വീട്ടിൽ ആരും ഇല്ലാത്തത് കൊണ്ടാ. അതെ അതെ അതെ. നിങ്ങള് ഇപ്പൊ മരമില്ലിലാണ് ജോലി? കല്ലായി മരമില്ലിലും മൊയ്ലാടിയിലും ജോലി ചെയ്യുന്നത്. നമുക്ക് ദൂരത്ത് നിന്നും പ്രശ്നമില്ലല്ലോ. ദൂരത്ത് ഇവിടെ നിൽക്കണം. വീട്ടിലായിട്ട് ഒരാൾ വേണം നമുക്ക്. നിങ്ങൾക്ക് അങ്ങോട്ട് നിൽക്കുന്ന ആലോചനയൊക്കെ വന്നില്ലേ? നിൽക്കുകയാണ്. വീട് ഒഴിവാക്കാൻ പറ്റില്ല. അതെ. കമ്മിറ്റിക്കാരുണ്ടാക്കി തന്ന വീടാണ് ഇതിലെ. അത് ശരി. അപ്പോൾ എടുത്തേച്ച് പോകാൻ പറ്റൂലല്ലോ ഇത്. അതെ അതെ. അതൊന്നും കാര്യം വന്നിട്ട് വേണ്ടെന്നല്ല ഒഴിവാക്കിയാണ്. വീട്ടിൽ നിൽക്കാൻ കഴിയില്ല എന്നുള്ള. അപ്പൊ അത്രേ പറയാനുള്ളൂ. വേറെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പൊ ഇക്കാനെ മനസ്സിലാക്കിയിട്ട് നല്ലൊരു ആലോചന വരട്ടെ. എവിടെ നിന്നാലും ദൂരമൊന്നും പ്രശ്നമില്ല. ഇപ്പോൾ ഇക്കാൻ്റെ സുഖമില്ലാത്തൊരു മോളുണ്ട്. ആ മോളായാലും ഉമ്മയായാലും നല്ല രീതിയിൽ സ്നേഹിക്കുന്ന ഒരാളായിരിക്കണം. ഇത് നമ്മളെ ഈ വീട് പരിസരമൊക്കെ കണ്ടിഷ്ടപ്പെട്ട് നമ്മളെ ഇഷ്ടപ്പെട്ട് വരുന്ന ഒരാൾ പെട്ടെന്ന് വന്ന് പിന്നെ മോളെ പ്രസവത്തിന് പോവുക, അങ്ങനെ പോവുക, ഇങ്ങനെ പോവുക എന്ന് പറഞ്ഞിട്ട് ആളെ കാണാത്ത അവസ്ഥ വരരുത്. ഇവർ ഭക്ഷണമൊക്കെ ഇപ്പോൾ അയൽവാസികളൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണ്. ആ ഒരവസ്ഥയാണ്. അപ്പോൾ വരുന്ന ഒരാൾ കംപ്ലീറ്റ് ഒരു സ്വന്തം ഈ മക്കൾക്കൊക്കെ ആണെങ്കിൽ സ്വന്തം ഉമ്മാനെ പോലെ ഇക്കാക്ക് നല്ല സ്നേഹനിധിയായിട്ടുള്ളൊരു ഭാര്യയായിട്ടും മരണം വരെ നിൽക്കുന്ന ഒരാളായിരിക്കണം. ഇക്കാൻ്റെ ആദ്യത്തെ ഭാര്യ ഒരു യത്തീമോളായിരുന്നു അല്ലേ? അതെ. ഇക്ക പറഞ്ഞു നല്ല രീതിയിലാണ് നോക്കിയോണ്ട് എനക്കൊന്നും ഒരു ബുദ്ധിമുട്ട് ഇതുവരെ വന്നില്ല. അതെ. പണി നോക്കിയില്ലേ? അതെ. 5 മാസം പണി നോക്കിയാണ് ഭാര്യനല്ലേ? എന്ത് അസുഖം വന്ന് മരണപ്പെട്ട? എന്തായാലും ശ്വാസം മുട്ടല്, അതൊക്കെ ഇക്കാന മരണം വരെ ഇക്കാനെ നല്ല രീതിയിൽ നോക്കിയതാണ് ഇക്ക. ഇപ്പൊ ഒരു ആണ്ടാവാൻ പോവുകയാണ് അല്ലേ? അതെ അതെ അതെ. അപ്പൊ അത്രയേ ഉള്ളൂ. അപ്പൊ മനസ്സിലാക്കിയിട്ട് ഒരാൾ എത്രയും പെട്ടെന്ന് മുമ്പോട്ട് വരട്ടെ. നിങ്ങൾ മാക്സിമം വീഡിയോ ഷെയർ ചെയ്യാം കേട്ടോ.